മന്ത്രിസഭാ യോഗത്തിന്റെ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. രക്ഷാപ്രവർത്തനം മന്ത്രിസഭാ യോഗം വിലയിരുത്തി. വയനാട്ടിലേക്ക് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ എത്തിക്കും. നാളെ രാവിലെ മുഖ്യമന്ത്രി ദുരന്തഭൂമിയിൽ സന്ദർശനം നടത്തും. ബിനോയ്, മറ്റെന്തൊക്കെ തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിലുണ്ടായി? ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തുകയായിരുന്നു മന്ത്രിസഭാ യോഗം. കാരണം സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം എന്നാണ് മന്ത്രിസഭാ യോഗം വിലയിരുത്തിയത്. ഇതേ രക്ഷാപ്രവർത്തനം അവസാന ആളെയും കണ്ടെത്തുന്നത് വരെ തുടരാനാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം കൂടുതൽ സൈന്യത്തിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കത്തിടപാടുകൾ നടത്താനും ഒപ്പം തന്നെ കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ നടത്താനും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിലാണ്. കാരണം കണ്ടെത്തുന്ന ആളുകളിൽ ഉള്ളവരുണ്ടാകാം. ഒപ്പം തന്നെ പലർക്കും മരുന്നുകൾ കിട്ടാത്തൊരവസ്ഥയുണ്ട്. കാരണം വീടുകൾ പൂർണ്ണമായും ഒലിച്ചുപോയവർക്ക് അവരുടെ മരുന്നുകൾ, നേരത്തെ രോഗികളായ ആളുണ്ട്, അവരുടെ മരുന്നുകളുടെ പ്രശ്നമുണ്ട്. അത്തരത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ വയനാട്ടിലേക്ക് എത്തിക്കും. വേണ്ടി വന്നാൽ സ്വകാര്യ ആശുപത്രികളുടെ സഹകരണം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഡോക്ടർമാരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടത്താനാണ് നിലവിലെ തീരുമാനം. ഒപ്പം മറ്റൊരു കാര്യം, സൈന്യം സമാന്തരമായി ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടി ഉപയോഗപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം കൂടി മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉള്ള നീക്കങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്നൊരു വിലയിരുത്തലാണ് ഉണ്ടായത്. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും താമസം ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഫോറൻസിക് സർജന്മാരെ മറ്റു ജില്ലകളിൽ നിന്ന് എത്തിക്കാൻ ഒരു നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ജില്ലകൾ, അതായത് എറണാകുളം മുതലുള്ള ജില്ലകളിൽ നിന്നുള്ള ഫോറൻസിക് ഡോക്ടർമാരെ അങ്ങോട്ടേക്ക് മാറ്റും. സർജന്മാരെ അങ്ങോട്ട് മാറ്റാനാണ് നിലവിലെ തീരുമാനം. വേണ്ടി വന്നാൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കൂടി വയനാട്ടിലേക്ക് എത്തിക്കാൻ കൂടി ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഒപ്പം താൽക്കാലിക ക്ലിനിക്കുകൾ തുടങ്ങുന്ന കാര്യവും, എവിടെയാണോ ആളുകൾ താമസിക്കുന്നത് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ താമസിപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിൽ തന്നെ വേണ്ടി വന്നാൽ ക്ലിനിക്കുകൾ തുടങ്ങും. അതിനുവേണ്ടി ഉള്ള ഡോക്ടർമാരെ കൂടി സജ്ജമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നീട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് പോകും. നാളെ രാവിലെയാണ് വയനാട്ടിലെ സർവകക്ഷി യോഗവും ഒപ്പം മന്ത്രിസഭാ യോഗവും. അവിടെ വെച്ച് തന്നെ ഒരു മന്ത്രിസഭാ യോഗം ചേരും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഉള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിലാണ്. അവിടെ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വയനാട്ടിലുള്ള വിവിധ വകുപ്പുകളുടെ മേധാവികളും ഇതിൽ ഓൺലൈനായി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുകയാണ്. ലിബീഷ്. ശരി ബിനോയ്, അവിടെ തിരുവനന്തപുരത്തും കാര്യമായ രീതിയിലുള്ള ഏകോപന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. വയനാട്ടിലേത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് നാട്. രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളോടും കൂടി പുരോഗമിക്കുകയാണ്. സേനകൾ അവിടെ സജീവമാണ്. NDRF ഉണ്ട്, സംസ്ഥാന അഗ്നിശമന സേനാ വിഭാഗമുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. റിയാസ് KMR തുടരുന്നുണ്ട്. റിയാസ്, മുണ്ടക്കൈയിൽ തകർന്നു കിടക്കുന്ന വീടുകൾക്കുള്ളിലേക്ക് എത്രത്തോളം രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്രത്തോളം ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇക്കരയ്ക്ക് എത്തിച്ചു? മുണ്ടക്കൈയിൽ ഇന്ന് മാത്രം നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 8ഓളം മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഇത് ഔദ്യോഗിക കണക്കായി പുറത്തു വന്നിട്ടില്ല. കാരണം ആ മൃതദേഹം ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തിയാൽ മാത്രമാണ് ഔദ്യോഗിക കണക്കുകളിൽ അത് ഉൾപ്പെടുക. എങ്കിൽ കൂടിയും 8ഓളം മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുന്നു. ഈ വനമേഖലയോട് ചേർന്ന ഭാഗത്ത് നിന്നും ചില മൃതദേഹ അവശിഷ്ടങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. പൂർണ്ണമായ മൃതദേഹങ്ങളാണ് ഈ 8ഓളം എന്ന് പറയുന്നത്. മൃതദേഹ അവശിഷ്ടങ്ങൾ അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കാര്യങ്ങൾ വ്യക്തമല്ല. അത് ആരുടെയൊക്കെ മൃതദേഹങ്ങളാണ് എന്ന് സ്ഥിരീകരിക്കാനാവാത്തൊരു സാഹചര്യമുണ്ട്. നേരത്തെ ചാലിയാർ പുഴയിലൂടെ ഒഴുകി നിലമ്പൂരിൽ നിന്നും കണ്ടെടുത്ത മലപ്പുറം പോത്തുകല്ലിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ പലതും ഇത്തരത്തിലുള്ള ശരീര അവശിഷ്ടങ്ങൾ മാത്രമായ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഇവിടെയും ഉണ്ടാകുന്നു. ഈ വനമേഖലയിലും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൃതദേഹങ്ങൾ
തുണിയിലൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളത്. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും നമുക്കൊരു പോസിറ്റീവായൊരു വിവരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം വളരെ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് നാവികസേനകളുടെ സഹായത്തോടു കൂടിയാണ്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ മണ്ണുമാന്തി യന്ത്രം അടക്കമുള്ള കാര്യങ്ങൾ, ഹിറ്റാച്ചി അടക്കമുള്ള കാര്യങ്ങൾ അക്കരയ്ക്ക് എത്തിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ